Hi guys, welcome back to online class of University Institute Kottakkal. I am SKP. ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് അത് തമ്മിലുള്ള വ്യത്യാസമായിരുന്നു പറഞ്ഞത്. അവിടെ നിന്ന് തന്നെ നമുക്ക് ഇന്നും സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും? ആക്ച്വൽ ലെങ്ത് ഓഫ് ദ പാത്ത് കവേർഡ് ബൈ എ സർട്ടൻ ഇന്റർവൽ ഓഫ് ടൈം ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. ഒരു വസ്തു സഞ്ചരിച്ച ആ ഒരു പാത്തിന്റെ ലെങ്ത് ആയിരുന്നു എന്ത്? ഡിസ്റ്റൻസ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ പറയുന്ന പേരായിരുന്നു എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഓർമ്മയുണ്ടല്ലോ? First one is a scalar quantity and second one is a vector quantity. Distance is always positive. Distance എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒരു മൂവ് ചെയ്യുന്ന ബോഡിക്ക് ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡിസ്റ്റൻസ് കുറയാൻ വേണ്ടി പോകില്ല, അത് എപ്പോഴും ഇൻക്രീസ് ആവത്തേ ഉള്ളൂ. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി ബോത്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ സീറോ. ഡിസ്പ്ലേസ്മെന്റ് എന്ത് പറ്റും? പോസിറ്റീവ് ആകാൻ പറ്റും, നെഗറ്റീവ് ആകാൻ പറ്റും, സീറോ ആകാൻ പറ്റും. എപ്പോഴും സീറോ ആകാൻ പറ്റുക? നമ്മളിപ്പോൾ എന്ത് ചെയ്തു? അങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. Distance traveled by a moving body in a certain interval of time can never be zero. Displacement of a moving body in a certain interval of time can be zero. പിന്നെ നമ്മൾ പഠിച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആയിരുന്നു ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ലെസ് ദൻ ഓർ ഈക്വൽ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കും. ഇതെല്ലാം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. നിങ്ങളെല്ലാം ഓർക്കുന്നു എന്ന് കരുതുന്നു. എല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. വാട്ട് വാസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഈച്ച് ഒബ്ജക്റ്റ്? എയുടെ ഒരു മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്, ബിയുടെ മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്, സിയുടെ മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്, ഡിയുടെ മൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. ഓരോ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന അതിന്റെ ഒരു മൂവ്മെന്റ്, അതിന്റെ ഒരു ആരോ മാർക്കോട് കൂടി കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് കാണണം? ഓരോ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണണം. നോക്കട്ടോ, ഇത് 0, 1 അല്ലേ? അപ്പൊ കൃത്യമായിട്ട് മിഡിലെ നമ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം നിങ്ങൾക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. എത്രയാ? 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആരുടെ കാണാം? എയുടെ കാണാം. എന്താണ് നമുക്ക് കാണേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെക്ടർ ആണ്. എത്രയാണിത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതായിരിക്കും എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ. എത്രയാണ്? എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പൊ നമ്മുടെ എ നോക്കട്ടോ, എ ഈ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എ ഇവിടം വരെ എത്തിയിരിക്കുന്നു. ഇത് കറസ്പോണ്ടിങ് എത്രയാണ്? 7 ആണ്. അപ്പൊ ഞാൻ പറയും ഫൈനൽ പൊസിഷൻ എത്രയാണ്? 7 മീറ്റർ മൈനസ് എത്രയായിരിക്കും? 0 മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 7 മീറ്റർ. ഓക്കെ, ഏത് ഡയറക്ഷൻ ആണ്? ടുവേർഡ്സ് ഏത് ആക്സ് ആണ്? എക്സ് ആക്സ് ആണ്. എക്സ് ആക്സ് അത് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതും കൂടെ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ മാഗ്നിറ്റ്യൂഡ് കാണാനേ പോണുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. ബിന്റെ കാര്യം പറയുമ്പോൾ ഇതിന് സൈൻ കണ്ടത് മനസ്സിലാക്കുക. ഇത് പോസിറ്റീവ് എക്സ് ആക്സ് എന്ന് മനസ്സിലാക്കാം കേട്ടോ. എത്രയാണിത്? പോസിറ്റീവ് എക്സ് ആക്സിസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്, കാരണം സൈൻ പോസിറ്റീവ് അല്ലേ. അടുത്ത് നമുക്ക് എന്ത് കാണാം? ബിന്റെ കാണാം. ബി നോക്കുമ്പോൾ ബി 12-ൽ നിന്നും 11, 10, 9, 8-ലേക്കാണ് പോയേക്കണത്. 8 അല്ലേ? അല്ല, 8, 7-ലേക്കാണ് പോയേക്കണത്. അപ്പൊ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ എത്ര വെച്ചാല് എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ. എത്രയാണ്? എക്സ് ഇനീഷ്യൽ എത്രയാണ്? എക്സ് ഫൈനൽ എത്രയാണ്? 7-ൽ എത്തിയിരിക്കുന്നു. 7 മൈനസ് എത്രയാണിത്? 12. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും ഇത്? മൈനസ് 5 മീറ്റർ. മൈനസ് 5 മീറ്റർ മീൻസിന്റെ ഡയറക്ഷൻ എന്താ? നെഗറ്റീവ് എക്സ് ആക്സിസ്. എങ്ങോട്ടൊക്കെ ആയിരിക്കും? ഇങ്ങോട്ടൊക്കെ ആയിരിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. ഡിസ്പ്ലേസ്മെന്റ് ചിലപ്പോൾ എന്തായിരിക്കാം? പോസിറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ എന്തായിരിക്കാം? നെഗറ്റീവ് ആയിരിക്കാം, 0 ആവാനും സാധ്യതയുണ്ട്. അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കട്ടെ. സി പറയുമ്പോൾ നോക്കോട്ടോ, 2-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് എവിടെ വരെ എത്തിയില്ല? 10-ലെത്തി. 10-ന് തിരിച്ച് വീണ്ടും എന്ത് ചെയ്തു? 8-ലെത്തി, വീണ്ടും 10-ലേക്ക് എത്തി. അപ്പൊ ലാസ്റ്റ് പോയിന്റ് 10 തന്നെയാണ്. അപ്പൊ ഞാൻ പറയും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഫൈനൽ പോർഷൻ എത്രയാണ്? ഫൈനൽ പോർഷൻ എന്ന് പറഞ്ഞാൽ 10 ആണ്, ഇനീഷ്യൽ പോർഷൻ 2 ആണ്. അപ്പൊ എത്രയായിരിക്കും ഇത്? 10 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 8 മീറ്റർ. അപ്പൊ ഈ ഡയറക്ഷനാ പ്ലസ് എക്സ് ആക്സിസ്, പോസിറ്റീവ് എക്സ് ആക്സിലാണ് ആ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിരിക്കുന്നത്. അടുത്ത ലാസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് നോക്കാം. ഇത് 9-ൽ നിന്ന് എങ്ങോട്ട് പോയിരിക്കുകയാണ്? ഇങ്ങനെ പോയിട്ട് 5-ലേക്ക് പോയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഡിന്റെ കാര്യം പറയുമ്പോൾ എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എക്സ് ഫൈനൽ മൈനസ് എക്സ് ഇനീഷ്യൽ. എത്രയായിരിക്കും ഇത്? എക്സ് ഫൈനൽ 5-ലാണ് എത്തിയിരിക്കുന്നത്. 5 മൈനസ് എക്സ് ഇനീഷ്യൽ അത് എത്രയാണ്? 9. അപ്പൊ എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4 മീറ്റർ. ഓക്കെ,
അപ്പൊ നമ്മൾ ഓരോ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ച് -4 മീറ്റർ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ എങ്ങോട്ടാ? -4 ഇങ്ങോട്ടാണ്. അപ്പൊ നെഗറ്റീവ് എക്സ് ആക്സിസ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണുന്നത്. ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഫോമുല എന്താ? ഫൈനൽ പോർഷൻ മൈനസ് ഇനീഷ്യൽ പോർഷൻ. അത്രേ ഉള്ളൂ. ഓരോ ക്വസ്റ്റിനും നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം. വാട്ട് വാസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ഈച്ച് ഒബ്ജക്ട്? കഴിഞ്ഞ അതേ ഫിഗർ തന്നെയാണ്, പക്ഷെ നമുക്ക് ഇപ്പൊ കാണേണ്ടത് എന്താണ്? ഡിസ്റ്റൻസ് ആണ്, എന്തല്ല ഡിസ്പ്ലേസ്മെന്റ് അല്ല. ഡിസ്റ്റൻസ് പറയുമ്പോൾ സ്കാലാർ ക്വാണ്ടിറ്റി ആണ്, നമുക്ക് അതിന് സൈൻ ഒന്നും വരുന്നതല്ല. ഓക്കെ, നമുക്ക് വെറുതെ അളന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റിനും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മിഡിലുള്ള നമ്പേഴ്സ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, ആദ്യം നമുക്ക് 6 ഡിസ്റ്റൻസ് കാണാം, 7 ഡിസ്റ്റൻസ് കാണാം. നോക്കട്ടോ, എ 0യിൽ നിന്ന് 7ലേക്കാണ് പോയേക്കുന്നത്. അപ്പൊ 7 മൈനസ് 0, 0യിൽ നിന്ന് 7ലേക്കാണ് പോയത്. 7 മൈനസ് 0, അപ്പൊ എത്രയായിരിക്കും? എയുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മീറ്റർ. 1 2 3 4 5 6 7 അവിടെ ഒന്ന് നിന്നു അല്ലേ? അപ്പൊ എത്ര മീറ്റർ പോയിട്ടുണ്ടാവും? 7 മീറ്റർ പോയിട്ടുണ്ടാവും. സൈൻ ഒന്നും പ്രശ്നമല്ല. അടുത്ത നമ്മുടെ ആരെ കാണേണ്ടത്? ബിയുടെ ആണ് കാണേണ്ടത്. ബിന്ന് നോക്കട്ടോ, ബി നിൽക്കുന്നത് 12ലാണ്. 12ന്ന് 11 10 9 8 7 1 2 3 4 5 അല്ലേ? അതായത് 12 മൈനസ് 7 എത്രയാണ്? അത് 5 അല്ലേ? 5 മീറ്റർ എടുത്താൽ മതി. എത്രയായിരിക്കും? അപ്പൊ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോൾ -5 എന്നൊക്കെ വരും. ഡിസ്റ്റൻസ് ആകുമ്പോൾ വെറുതെ 5 എന്ന് പറഞ്ഞാൽ മാത്രം മതി. എളുപ്പമല്ലേ ഇത്? അടുത്ത് നോക്കട്ടോ, സി പറയുമ്പോൾ നോക്കട്ടോ, 2ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നേരെ എങ്ങോട്ട് പോകുന്നു? 10ലേക്ക് പോകുന്നു. പിന്നെ 10ന്ന് പിന്നെ എന്ത് ചെയ്യുന്നു? 8ലേക്ക് പോകുന്നു. പിന്നെ 8ന്ന് പിന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും 10ലേക്ക് പോകുന്നു. സൂക്ഷിക്കണം. നോക്കട്ടോ, 1 2 3 4 5 6 7 8. 2ന്ന് 10ലേക്ക് പോകും. 10 മൈനസ് 2 എത്രയാണ്? 8. അപ്പൊ ഞാൻ പറയട്ടെ, സീനെ പറയുമ്പോൾ ആദ്യം എത്രയുണ്ട്? ഒരു 8 പ്ലസ് പിന്നെ എന്ത് ചെയ്യണം? ഈ 10ൽ നിന്ന് വീണ്ടും 8ലേക്ക് പോകുന്നു. അപ്പൊ 9 10 2 മീറ്റർ ബാക്കിലേക്ക് പോകുന്നു. അപ്പൊ 2 ഉണ്ട് പ്ലസ് 2. പിന്നെ എന്ത് ചെയ്തു? ആ 8ന്ന് വീണ്ടും 10ലേക്ക് പോകുന്നു. അപ്പൊ എത്രയും 1 2. അപ്പൊ വീണ്ടും ഒരു 2. മൊത്തത്തിലേക്കും 12 മീറ്റർ. വളരെ സിമ്പിൾ അല്ലേ? അടുത്ത് നോക്കട്ടോ, ഡി സ്റ്റാർട്ട് ചെയ്യുന്ന 9ൽ നിന്നാണ്. 1 2 3 4 5 6 7 8. എളുപ്പല്ലേ? അല്ലെ നോക്കൂ, 9ന്ന് ആദ്യം എന്ത് ചെയ്തു? 9ന്ന് ആദ്യം 3ലേക്ക് പോയി. 9ന്ന് ഈ 3ലേക്ക് പോണ സമയത്ത് 9 മൈനസ് 3 എത്രയാണ്? ഒരു 6 പ്ലസ് പിന്നെ 3ന്ന് 5ലേക്ക് പോകുന്നു. 1 2 ഒരു 2 കൂടെ. അപ്പൊ എത്രയായിരിക്കും? മൊത്തം 8 മീറ്റർ. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് വിശ്വാസം. അപ്പൊ ഡിസ്റ്റൻസിന്റെ ഡിസ്പ്ലേസ്മെന്റ് 2 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണിച്ചതെന്ന് നോക്കൂ. വാട്ട് വാസ് ദ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി? നിങ്ങളിപ്പോ കാണുന്ന ഒരു ക്യൂബാണ്. ഈ ക്യൂബിന്റെ ഒരു ബോഡി ഡയഗണൽ എന്ന് പറയും. ഇതാണ് ബോഡി ഡയഗണൽ, വലിയ ഡയഗണൽ. ഓക്കെ, ഇതിനൊരു ഫേസ് ഡയഗണൽ എന്നാ പറയാ. ഇതിനെന്താ വിളിക്കുക? ബോഡി ഡയഗണൽ എന്നാ പറയാ. ഈ ബോഡി ഡയഗണലാണ് ഇല്ല 2 പോയിന്റ് ആണ് എന്ത്? എയും ഈ ബി എന്ന് പറഞ്ഞത്. അപ്പൊ എയിൽ നിന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഇതിങ്ങനെ പോയി ഇതിങ്ങനെ പോയി ഇതിങ്ങനെ വരണം. ഈ ക്യൂബിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് കാണണം? എയും ബിയും നമ്മൾ എന്ത് കാണണം? ഡിസ്പ്ലേസ്മെന്റ് കാണണം. ഡിസ്റ്റൻസും കൂടെ കണ്ടേക്കാം. ഓക്കെ, എങ്ങനെയാണ് ആദ്യം ഡിസ്പ്ലേസ്മെന്റ് കാണാം? ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് കാണാം. എങ്ങനെ ഡിസ്റ്റൻസ് കാണാൻ പറ്റാം? നോക്കട്ടോ, ഡിസ്റ്റൻസ് ആ ഒരു എ ബി എന്ന് പറഞ്ഞ സമയത്ത് ഇത് നോക്കട്ടോ, ആദ്യം ഇവിടെ നിന്ന് ഇവിടം വരെ പോയി. അത്രയായിരിക്കും ഒരു എ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി. അപ്പൊ എത്രയായിരിക്കും? വീണ്ടും ഒരു എ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി വീണ്ടും ഒരു എ. അപ്പൊ എ പ്ലസ് എ പ്ലസ് എ. പോകുന്ന വഴിയുടെ ആ ഒരു ലെങ്ത് ഓഫ് ദ പാത്ത് അതല്ലേ എടുക്കേണ്ടത്? ആ വസ്തു സഞ്ചരിച്ച ശരിക്കുള്ള ദൂരമാണ് ഇത് കാണുന്നത്. അതാണ് ഡിസ്റ്റൻസ്. അപ്പൊ എത്രയായിരിക്കും? ഇത് എ പ്ലസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 3a. ഇനി നമുക്ക് എന്ത് കാണാം? ഡിസ്പ്ലേസ്മെന്റ് കാണാം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് കാണുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എ തൊട്ട് ബി വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇതാണ് കാണേണ്ടത്. എയും ബിയും തമ്മിലുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്നല്ലേ പറയാൻ പറ്റുക? അപ്പൊ ഇതല്ലേ നമ്മൾ കാണേണ്ടത്. ഇതെങ്ങനെ കാണാൻ പറ്റുക? അത് കാണണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു ലെങ്ത് കാണാം. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് കിട്ടിയില്ലേ? ഇത് എ, ഇതും എ. അപ്പൊ ഇതെത്ര? ഈ ലെങ്ത് എത്രയായിരിക്കും?
ഇത് എ ഇത് മേ. അപ്പൊ ഈ ലെങ്ത് ആയിരിക്കും. ഞാൻ പറഞ്ഞത് ഒരു ട്രയാങ്കിൾ നോക്കട്ടോ. ഈ അടിയിലുള്ള ഒരു ട്രയാങ്കിൾ കാണിച്ചാണ്. ഇത് ഇവിടെ എഴുതി എ, ഇത് ഇവിടെ എഴുതി എ. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? അതിന്റെ വാല്യൂ ഒരു എക്സ് കൊടുക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എത്രയായിരിക്കും? എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ടു എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ടു എ എന്നല്ലേ വരിക. അപ്പൊ ഈ ഒരു ലെങ്ത് എത്രയായിരിക്കും? റൂട്ട് ടു എ എന്നാണ് വരിക. ഈ ലെങ്ത് ഇത് എ ആണ്, ഇത് റൂട്ട് ടു എ. ഇത് മാറി തന്നെയാണ്, എ തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ ഒരു വൈ എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ വൈന്റെ വാല്യൂ എങ്ങനെ കാണാൻ പറ്റുക? ഈ വൈന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നോക്കട്ടോ, ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഇത് ബോഡി ഡയഗണലാട്ടോ. ഇത് എ എന്നുള്ള പോയിന്റ്, ഇത് ബി എന്നുള്ള പോയിന്റ്. ഈ ട്രയാങ്കിൾ എത്രയാണ്? റൂട്ട് ടു എ. ഇത് എത്രയാണിത്? എ. അപ്പൊ എനിക്ക് ഇനി ഈ വൈ ആണ് കാണേണ്ടത്. മനസ്സിലായില്ലേ? ഞാൻ ആ ട്രയാങ്കിളിനെ മാറ്റിയിട്ട് വരച്ചിരിക്കട്ടോ. താഴത്തെ കിടക്കുന്ന ഈ ട്രയാങ്കിളിനെയാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ ഈ വൈന്റെ വാല്യൂ എത്രയായിരിക്കും? റൂട്ട് ഓഫ് റൂട്ട് ടു എന്റെ സ്ക്വയർ പ്ലസ് എന്റെ സ്ക്വയർ അത്രയായിരിക്കും 2a സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3a സ്ക്വയർ അഥവാ റൂട്ട് 3a. അപ്പൊ എന്തായിരിക്കും നമ്മുടെ എ ബി എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ്? എന്തായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്? എ ബി ഈക്വൽ ടു ഇങ്ങനെയാണ് പോയതെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് എ ബി എന്ന് പറഞ്ഞാൽ വൈ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു എത്രയായിരിക്കും? അത് റൂട്ട് 3a. ഡിസ്റ്റൻസ് എത്രയാണ്? 3a. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? റൂട്ട് 3a. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഒന്നുമില്ല, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് പോയി. അപ്പൊ ഇതിനെന്താ വിളിക്കുക? ഒരു ഫേസിന്റെ ഡയഗണൽ. ഒരു ഫേസ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ റൂട്ട് 2a എന്നാ വരിക. ഇതിനെന്താ വിളിക്കുക? ബോഡി ഡയഗണൽ എന്നാ പറയാ. ഓക്കെ, ഒരു ക്യൂബ് ഇങ്ങനെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു ക്യൂബിന്റെ ഒരു വശത്തിന്റെ ഡയഗണൽ നമ്മൾ ഫേസ് ഡയഗണൽ എന്ന് പറയും. അതിന്റെ ഒരു ബിഗ് ഡയഗണൽ ഉണ്ടാവും, ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂലയ്ക്കുള്ള ഡയഗണൽ. ഓക്കെ, ആ ഡയഗണലിന് പറയുന്ന പേരാണ് ബോഡി ഡയഗണൽ എന്ന് പറയും. ബോഡി ഡയഗണലിന്റെ ലെങ്ത്തിന്റെ വാല്യൂ റൂട്ട് 3a ആണ്. അതറിയാവുന്ന കുട്ടിക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ എഴുതാവുന്ന കാര്യമുള്ളൂ, റൂട്ട് 3a. ഓക്കെ, കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ when it moves from a to b, a to b, a to c, a to c and a to d. ഇങ്ങനെയാണ് മൂവ് ചെയ്യുക കേട്ടോ. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പറയും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ a to b, പിന്നെ a to c, പിന്നെ a to d. ഈ ഓരോ പാത്തിൽ എന്ത് കാണണം? ഡിസ്റ്റൻസ് കാണണം, ഡിസ്പ്ലേസ്മെന്റ് കാണണം. ഓക്കെ, നമുക്ക് ഏത് കാണാം? എ ടു ബി കാണാം. നോക്കൂ, ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് 6 ആണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതും 6 ആണ്, ഇതും 6 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. ഇതിനെ പറഞ്ഞ പേരാണെന്ത്? എ ടു ബി. ഈ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇല്ലേ, അതിനെ പറഞ്ഞ പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് എന്ത്? ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആദ്യം എന്ത് കാണാം? ആദ്യം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതൊരു ആർ അല്ലേ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ. അപ്പൊ എത്രയാക്കി ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് അതിനെ കാണാൻ പറ്റുക? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2r സ്ക്വയർ റൂട്ട് 2r. അത്രയും മീറ്റർ ആയിരിക്കും അല്ലേ? സംഭവം എളുപ്പമല്ലേ? ഇങ്ങനെ ഇങ്ങോട്ട്. ഓക്കെ, ഒരു ഡിറക്ഷൻ ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അതിന് പറയാൻ പറ്റും നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഇത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആവും. കറക്റ്റ് സൗത്തിനും ഈസ്റ്റും മിഡിലായിട്ട് ഇങ്ങനെയല്ലേ വരുന്നത്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഇങ്ങനെയല്ലേ കാണിക്കുമ്പോൾ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ എന്ത് കാണണം? ഡിസ്റ്റൻസ് കണ്ടേക്കാം. ഡിസ്റ്റൻസ് എങ്ങനെ കാണാൻ പറ്റുക? എത്രയാണ് ഇതിന്റെ മൊത്തം ഒരു ഡിസ്റ്റൻസ്? എത്രയാണ്? ഇപ്പൊ എന്ന് തിരിച്ച് എയിലേക്ക് എത്തിയാൽ 2πr. അതിന്റെ എത്രയാണ്? അതിന്റെ ഒരു ക്വാർട്ടർ പോർഷൻ അല്ലേ ഉണ്ടാവുക. അപ്പൊ ഞാൻ പറയട്ടെ 1/4 ഓഫ് 2πr. അപ്പൊ എത്രയായിരിക്കും? πr/2. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മൊത്തം എത്രയാണ്? ഇതിന്റെ സർക്കംഫറൻസ് എത്രയാണ്? 2πr എന്ന് പറഞ്ഞു. ചുറ്റളവ് എത്രയാണ്? 2πr. അപ്പൊ ആ 2πrന്റെ എത്രയുണ്ടത്? ഇതിന്റെ ഒരു 1/4 അല്ലേ ഉള്ളത്. അപ്പൊ എത്രയായിരിക്കും? 1/4 ഓഫ് 2πr. 1/4 ഓഫ് 2πr അത്രയായിരിക്കും 2πr/4. ദാറ്റ് ഈസ് ഈക്വൽ ടു πr/2. ഈ 2 4 കട്ടായി പോകുമ്പോൾ πr/2. അടുത്ത നമുക്ക് ഏതാണ് കാണേണ്ടത്? ഇപ്പൊ നമ്മൾ എ ടു ബി കണ്ടു കേട്ടോ. ഇനി നമുക്ക് ഏത് കാണണം? നമുക്ക് എ ടു സി കാണാം. എ ടു സി. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടേക്കാം. എയിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്? സിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതും 6 ആണ്, ഇതും 6 ആണ്. അപ്പൊ r പ്ലസ് r എത്രയായിരിക്കും? ഇത് 2r. 2r. ഡയറക്ഷൻ എങ്ങോട്ടാ? ഡയറക്ഷൻ ടുവേർഡ്സ് സൗത്ത് അല്ലേ? എങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ? നേരെ സൗത്തിലേക്ക്.
എയിൽ നിന്ന് നേരെ സൗത്തിലേക്ക് പോയാൽ മതി, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അത് കഴിയും. അടുത്ത് നമുക്ക് എന്ത് കാണാം? ഡിസ്റ്റൻസ് കാണാം. ഡിസ്റ്റൻസ് കാണുമ്പോൾ എയിൽ നിന്ന് ഇങ്ങനെ പോയിട്ടാണ് എന്ത് ചെയ്ത് സിയിലേക്ക് എത്തിയത്. ഇത് മൊത്തം എത്രയാണ്? 2πr. അപ്പൊ 2πrന്റെ എത്ര ഉണ്ടാവും? പകുതി. അപ്പൊ ഞാൻ പറയും ഹാഫ് ഓഫ് 2πr. അപ്പൊ എത്ര കിട്ടും? πr. എളുപ്പല്ലേ? അടുത്ത് നമുക്ക് എയിൽ നിന്ന് എങ്ങനെ പോകണം? ബിയിലേക്ക് പോയി സിയിലേക്ക് പോയി ഡിയിൽ എത്തണം കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ, എ ടു ആയിരിക്കും എ ടു ഡി, ഡിയിലേക്ക് പോകാം. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് നോക്കിക്കോളൂ, അപ്പൊ ആദ്യം ഡിസ്പ്ലേസ്മെന്റിലെ കാണണ്ടേ? ഇത് ആർ, ഇത് എത്ര തന്നെയാണ്? ആർ. അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും? ആർ ആർ. അപ്പൊ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? കണ്ടുപിടിച്ച അതേ വാല്യൂ അല്ലേ? റൂട്ട് 2r. ഡയറക്ഷൻ എങ്ങോട്ടാ? റൂട്ട് 2r. ഇങ്ങനെയല്ലേ കാണിക്കുന്നത്? അപ്പൊ എത്രയായിരിക്കും? സൗത്ത് വെസ്റ്റ്. നേരത്തെ കിട്ടിയ സൗത്ത് ഈസ്റ്റ് ആണ്, എന്തായിരിക്കും? സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എന്ത് കാണണം? ഡിസ്റ്റൻസ് കാണണം. ഇങ്ങനെയാണ് പോയത് കേട്ടോ, ഇങ്ങനെയല്ല പോയത്. ഇതാണ് ക്ലോക്ക് വൈസ് പാത്ത് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് പോയേക്കണേ. മൊത്തം 2πr ഉണ്ട്. അപ്പൊ അതിന്റെ എത്ര ഉണ്ടാവും? ഒരു 3/4 ഉണ്ടാവില്ലേ? ഒരു 1/4 ഭാഗം. അപ്പൊ എത്രയായിരിക്കും? ഞാൻ പറയും ഡിസ്റ്റൻസ് ഈക്വൽ ടു 3/4 ഓഫ് 2πr. അത്ര കിട്ടും 3/2πr. ഓക്കെ, 3/4 ഓഫ് 2πr. അപ്പൊ അത്ര കിട്ടും 3/2πr. അതാണ് കാൽക്കുലേറ്റഡ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ വെൻ ഇറ്റ് മൂവ് ഫ്രം എ ടു ബി, എ ടു സി, എ ടു ഡി. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വീട്ടിൽ പോയിട്ട് ഒന്നും കൂടെ വരച്ചല്ലേ? വീട്ടിൽ പോയിട്ട് നിങ്ങൾ വീട്ടിൽ നിന്നാണല്ലോ കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്നും കൂടെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക ഓരോ ക്വസ്റ്റ്യനും. എ വീൽ ഓഫ് റേഡിയസ് ആർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഇറ്റ്സ് കോണ്ടാക്ട് പോയിന്റ് ഈസ് പി. ഇഫ് വീൽ സ്റ്റാർട്ട്സ് റോളിംഗ് വിതൗട്ട് സ്ലിപ്പ് and completes half a revolution, find displacement of the point. നോക്കട്ടോ, ഇതാണ് ഒരു വീല്. ആ വീലിന്റെ കോണ്ടാക്ട് പോയിന്റ് ആണ് എന്ത്? ഇ പി എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു ഹാഫ് റെവല്യൂഷന് വിധേയമായി. അപ്പൊ അതിന്റെ ഫിഗർ ഞാൻ വരച്ചു തരാം, നോക്കിക്കോളൂ കേട്ടോ. ഇതാണ് നമ്മളുടെ എന്ത്? വീല്. വീലിന്റെ താഴത്തെ ഒരു പോയിന്റ് കോണ്ടാക്ട് എർത്തുമായിട്ടുള്ള കോണ്ടാക്ട് പോയിന്റ് ആണ് പി. എന്നിട്ട് ഈ വീൽ എന്ത് ചെയ്തു? ഇതിന്റെ ഒരു റേഡിയസ് എത്രയാണ്? 6 ആണ് കേട്ടോ. ഈ വീൽ എന്ത് ചെയ്തു? ഇങ്ങനെ കിടന്ന് റിവോൾവ് ചെയ്യാൻ വേണ്ടി പോകണം വിത്തൗട്ട് സ്ലിപ്പിംഗ്. അപ്പൊ ഇങ്ങനെ പോകാൻ വേണ്ടി പോകണം. എന്നിട്ട് ഒരു ഹാഫ് റെവല്യൂഷൻ പറയുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു ഹാഫ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ പി കറങ്ങിയിട്ട് ഈ പി എവിടത്തെ മുകളിലെത്തും. നേരത്തെ നിലത്തുണ്ടായിരുന്ന ആ പോയിന്റ് പി ഇപ്പൊ എന്ത് ചെയ്തു? നേരെ മുകളിലേക്ക് എത്തി, എടു പോയി. മനസ്സിലായില്ലേ? നോക്കട്ടോ, ഇതാണ് ആ പോയിന്റ് പി എന്ന് വിചാരിച്ചു. അപ്പൊ ഈ താഴെ കാണിച്ചാണ് തമ്പ് വരുന്ന ഈ പോയിന്റ് ആണ് പി എങ്കിൽ ഇങ്ങനെ പോയി. ഓക്കെ, അങ്ങനെ പോണ സമയത്ത് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഞാൻ പറയും ഈ ഡിസ്റ്റൻസ് πr എന്നായിരിക്കും. കുറെ പേര് കണ്ടുപിടിച്ചു അതെങ്ങനെ πr ആയതെന്ന്. ഓക്കെ, നോക്കിക്കോളൂ. ഈ വീലില്ലേ, ഈ വീല് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പോയത് എന്ന്. അപ്പോ ഒരു ഫുൾ കറക്കം കറങ്ങി എത്രയാണ്? ഒരു ഫുൾ കറക്കം കറങ്ങി ലാസ്റ്റ് അവിടെ എത്തിനെ ഇവിടെ തന്നെ എത്തിയിരിച്ചോ? അപ്പോഴേക്ക് പോകുന്ന മൊത്തം ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അതിന്റെ ഒരു സർക്കംഫറൻസ് കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ വിത്തൗട്ട് സ്ലിപ്പിംഗ് അല്ലേ പോണത്. അപ്പൊ ഒരു ഫുൾ കറക്കം കറങ്ങി എത്രയായിരിക്കും? മൊത്തം ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് ഒരു 2πr എന്നാണ് വരിക. ഇപ്പൊ എത്രയാണ്? ഒരു ഹാഫ് റെവല്യൂഷനേ ആയിട്ടുള്ളൂ. ഹാഫ് റെവല്യൂഷൻ ചെയ്യുമ്പോൾ ഒരു സർക്കിൾ ഒരു വളയോ വല്ലയോ പിടിച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു ഹാഫ് റെവല്യൂഷൻ എന്ത് ചെയ്യുക? ഇങ്ങനെയാണ് കറക്കി നോക്കുക. അപ്പൊ അതിന്റെ ആ ഒരു വളഞ്ഞ ഭാഗല്ലേ, ആ വളഞ്ഞ ഭാഗം ഇങ്ങനെയാണ് പോവുക ചെയ്യുക. അപ്പൊ വളഞ്ഞ ഭാഗം കടന്നു പോകുന്ന ആ ലെങ്ത് എത്രയായിരിക്കും? ആ ലെങ്ത് ഒരു πr ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് 6 ആകുമ്പോൾ എത്രയായിരിക്കും? 2r ആയിരിക്കും. നമുക്ക് കാണേണ്ട പിയുടെ പഴയതും പുതിയതുമായ ഈ പോയിന്റുകൾ തമ്മിലുള്ള അകലമാണ്, അഥവാ ഇതാണ് നമുക്ക് കാണേണ്ട ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇത് 6 അല്ലേ? 6ന്റെ ഇരട്ടി 2r. ഇത് πr, ഇത് 2r. വീണ്ടും നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാണാൻ പറ്റുക? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? റൂട്ട് ഓഫ് കുറച്ച് അപ്ലൈ പോരെ, πr-ന്റെ സ്ക്വയർ പ്ലസ് എത്രയായിരിക്കും? 2r-ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? π² r² പ്ലസ് 4r² എന്ന് വരും. എത്രയാണ്? π² r² പ്ലസ് 4r². അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ റൂട്ട് ഓഫ് π² പ്ലസ് 4 കോമൺ ആക്കി എടുത്ത ബാക്കി എന്ത് വരും? ഒരു r² എന്ന് വരും. ആ r പുറത്തേക്ക് എടുത്താൽ r ഇൻറ്റു റൂട്ട് ഓഫ് π² പ്ലസ് 4 അത്രയും മീറ്റർ. അതായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ. ഓക്കെ,
സ്റ്റെപ്പ് മനസ്സിലായല്ലോ? അത് മാത്തമാറ്റിക്കൽ പാർട്ടാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പിയും ഈ പോയിന്റ് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എങ്ങനെ പയ്യാറായി എന്നാണ്. അത് നിങ്ങളൊരു ഒരു 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 വള എന്തെങ്കിലും എടുത്തിട്ട് എന്ത് ചെയ്യുക, മൊത്തം ഒന്ന് ഫുള്ള് കറക്കി സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് തന്നെ എൻഡ് എത്തിക്കുക. അപ്പൊ മൊത്തം പോകത്തിലായിരിക്കും 2πr ആയിരിക്കും. ഹാഫ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി ആയിരിക്കും. അപ്പൊ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഇത് πr ആയിരിക്കും. ഈ ഡിസ്പ്ലേസ്മെന്റ് 2r ആയിരിക്കും. അപ്പൊ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആരായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് πr² പ്ലസ് 2r² ദാറ്റ് ഈസ് ഈക്വൽ ടു r ഇൻറ്റു റൂട്ട് ഓഫ് π² പ്ലസ് 4. ഈ r² റൂട്ടിലേക്ക് പുറത്തേക്ക് എടുത്താൽ 6 എന്ന് വരും. മോഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞാണ്. ഓർമ്മയുണ്ടോ? ചുറ്റുപാടുകൾക്ക് അപേക്ഷിച്ച് ഒരു വസ്തുവിന്റെ പൊസിഷൻ മാറുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ വസ്തു മോഷനിലാണ്. ഈ the position of the body changes with respect to surrounding, that body is in motion. ഇനി മോഷൻ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം. നമ്മൾ ആദ്യം മോഷനെ മൂന്നായിട്ട് തിരിച്ചാണ്. 1 dimensional മോഷൻ, 2 dimensional മോഷൻ, 3 dimensional മോഷൻ. 1 dimensional മോഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് കൊണ്ട് തന്നെ അതിന്റെ മോഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓർമ്മയുണ്ടാവും ഉറുമ്പിന്റെ അഴയിലൂടെയുള്ള മൂവ്മെന്റ്. ഓക്കെ. 2 dimensional മോഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? അതിന്റെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രണ്ട് കോർഡിനേറ്റ് വേണമായിരുന്നു. XY YZ XZ. അത് ഓർമ്മയുണ്ടോ? ഒരു ക്യാരം ബോർഡിൽ നമ്മൾ ഉറുമ്പിനെ കൊണ്ട് വെച്ചു. അപ്പോൾ ഉറുമ്പ് ഇങ്ങനെ പോയില്ലേ? അതിന്റെ മോഷൻ എന്താണ്? ഒരു പ്ലെയിനിലൂടെയാണ്. അതായിരുന്നു 2 dimensional മോഷൻ. എന്തായിരുന്നു 3 dimensional മോഷൻ? 3 dimensional മോഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉറുമ്പിനെ അങ്ങോട്ട് കാറ്റത്ത് പറന്നുപോയ ഉറുമ്പായിരുന്നു. ഉറുമ്പ് ഇങ്ങനെയൊക്കെ പോയില്ലേ? അപ്പൊ അതിന്റെ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിന്റെ ഓരോ പൊസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് 3 കോർഡിനേറ്റ്സ് ആവശ്യമായിട്ട് വരും. Xഉം Yഉം Zഉം ആവശ്യമായിട്ട് വരും. അതായിരുന്നു 3 dimensional മോഷൻ. അങ്ങനെ നമ്മൾ മോഷനെ ക്ലാസിഫൈ ചെയ്തിരുന്നു. ഞാനിപ്പോൾ അതല്ല പറയുന്നത്. മോഷനെ നമുക്ക് വേറെ രീതിയിൽ ഒന്നും കൂടെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ അതെന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഓക്കെ. യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായ സമയത്ത് കൃത്യമായ ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഇങ്ങനെ പോവാണ്. കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോവാണ്. അതാണ് എന്ത്? യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഒരു കൃത്യമായ സമയത്ത് അൺഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, അത് കവർ ചെയ്ത് പോവുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഞാൻ യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും പറഞ്ഞു തരാം. നോക്കിക്കോളൂ. യൂണിഫോം മോഷൻ occurs when an object travel equal distances in equal time interval. കൃത്യമായ സമയത്ത് കൃത്യമായ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, കവർ ചെയ്യും. എക്സാമ്പിൾ ഓഫ് യൂണിഫോം മോഷൻ. ഈ സ്പീഡ് ഓഫ് ദ കാർ ഈസ് 2 meter per second. ഇറ്റ് മീൻസ് ദ കാർ കവർ 2 meter in 1 second. ഒരു കാറിന്റെ സ്പീഡ് 2 meter per second ആണെങ്കിൽ അത് ഓരോ സെക്കൻഡിൽ എന്ത് ചെയ്യും, 2 meter കൃത്യമായിട്ട് കവർ ചെയ്യും. ആദ്യത്തെ ഒരു സെക്കൻഡിൽ 2 meter, അടുത്തൊരു സെക്കൻഡിൽ 2 meter. അപ്പൊ ഈക്വൽ ആ ടൈം ഇന്റർവൽ എന്തായിരിക്കും, ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോകും. മനസ്സിലായോ? ഈ ഒരു എക്സാമ്പിൾ നോക്കൂട്ടോ. ഇത് നോക്കോ. ഈ കാറ് 0യിൽ നിന്ന് എയിലേക്ക് പോകുന്നു. കാർ അങ്ങനെ പോകട്ടോ. 0യിൽ നിന്ന് എയിലേക്ക് പോയത് 4 meter കവർ ചെയ്യാൻ വേണ്ടി 2 സെക്കൻഡ് എടുത്ത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്, 4 meter. അത് കവർ ചെയ്യാൻ എടുത്ത സമയം എത്രയാണ്, 2 meter. അടുത്തൊരു 4 meter, 4 8ലേക്ക് പോയിട്ടോ. അപ്പൊ 8 - 4 അത്ര അടുത്തൊരു 4 meter. ആ 4 meter കവർ ചെയ്യാനും 2 സെക്കൻഡ് എടുത്തത്. അപ്പൊ അടുത്ത 4 meterനും 2 സെക്കൻഡ്. ഇനി 12 - 8 അതും എത്രയാണ്, അടുത്തൊരു 4 meter ആണ്. അതിനും എത്ര എടുത്തത്, 2 സെക്കൻഡ്. അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഈക്വൽ ആയിട്ടുള്ള ടൈം ഇന്റർവൽ എടുത്ത് അത്തരത്തിലുള്ള മോഷനെ പറയുന്ന പേരാണ് എന്ത്, യൂണിഫോം മോഷൻ. ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. മൂവ്മെന്റ് ഓഫ് ബ്ലേഡ്സ് ഓഫ് എ സീലിംഗ് ഫാൻ. ഒരു സീലിംഗ് ഫാൻ ഇങ്ങനെ ഒരേ സ്പീഡിൽ കറങ്ങാൻ തിരിച്ചോളൂ. കറണ്ട് വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻ ഒന്നും വരാൻ പാടില്ല. കൃത്യമായിട്ട് കറങ്ങുകയാണെങ്കിൽ അത് ഈക്വൽ ടൈമിൽ ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, അതിനെ നമുക്ക് യൂണിഫോം മോഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് യൂണിഫോം മോഷൻ മനസ്സിലായെന്ന് വരുന്നു. ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം, നോൺ യൂണിഫോം മോഷനിലേക്ക് പോകാം. എന്താണ് നോൺ യൂണിഫോം മോഷൻ? നോൺ യൂണിഫോം മോഷൻ occurs when an object travels different distances in equal time interval. ഈക്വൽ ആയ ടൈം ഇന്റർവെളിൽ ഡിഫറെന്റ് ആയ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് ചെയ്യുക, കവർ ചെയ്യുക. അതാണ് എന്ത്, നോൺ യൂണിഫോം മോഷൻ. എക്സാമ്പിൾ പറയുന്നത്, ഇഫ് എ കാർ കവർ 1 meter in the first 2 seconds and 9 meter in the next 2 seconds. ആദ്യത്തെ 2 സെക്കൻഡിൽ എത്രയാണ്, 1 meter ആണെങ്കിൽ അടുത്ത 2 സെക്കൻഡിൽ 9 meter, അടുത്ത 2 സെക്കൻഡിൽ ഇനി 15 meter തോന്നിയ പോലെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. അപ്പൊ അത്തരം മോഷനെ പറയുന്ന പേരാണ് എന്ത്, നോൺ യൂണിഫോം മോഷൻ എന്നൊക്കെ പറയുന്നത്. ആക്സിലറേറ്റർ മോഷനൊക്കെ എഴുതിപ്പെടുത്താവുന്നതാണ്, നമുക്ക് നോൺ യൂണിഫോം മോഷനിൽ പെടുത്താവുന്നതാണ്. ഓക്കെ, നോക്കൂ കേട്ടോ. മോഷൻ ഓഫ് എ ട്രെയിൻ അതൊക്കെ എന്തിൽ പെടുത്താവുന്നതാണ്, നമുക്ക് നോൺ യൂണിഫോം മോഷനിൽ പെടുത്താം. ട്രെയിനൊക്കെ എന്താണ്, കൃത്യമായ ഡിസ്റ്റൻസ് ആയിരിക്കും. തുടങ്ങുമ്പോൾ ഇത്തിരി സ്ലോ ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നല്ല സ്പീഡിൽ പോകും. അപ്പൊ ഒരു പ്രത്യേക സമയത്ത് കൂടുതൽ ഡിസ്റ്റൻസ് നീയും കവർ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കോട്ടോ.
ഈ കാറ് പോണം നോക്കിക്കോളൂ. ആദ്യത്തെ 2 സെക്കൻഡിൽ 1 - 0 1 മീറ്റർ ആണ് പോയത്. അടുത്ത ഒരു 2 സെക്കൻഡിൽ ആദ്യത്തെ 2 സെക്കൻഡിൽ 1 മീറ്റർ ആണ് പോയത്. അടുത്ത 2 സെക്കൻഡിൽ എത്രയാണ്? 10 - 1 9 മീറ്റർ ആണ് പോയത്. അടുത്ത 2 സെക്കൻഡിൽ 25 - 10 എത്രയാണ്? 15 മീറ്റർ ആണ് പോയത്. അതാണ് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ. ഓക്കെ, അതായത് ഓരോ കൃത്യമായ സമയത്തിന് ഇടവേളകളിലും അൺഈക്വൽ ആയ ഡിസ്റ്റൻസ് ആണ് ഈ കാർ കവർ ചെയ്യുന്നത്. അപ്പൊ ഈ കാറിന്റെ മോഷൻ എന്താണ്? നോൺ യൂണിഫോം മോഷൻ ആണ്. ആക്ച്വലി കാർ ആക്സലറേഷനിലാണ്. ഓക്കെ, ഇതാണ് യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും. അപ്പൊ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ എന്തൊക്കെ എടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോബ്ലങ്ങൾ ചെയ്ത് കാണിച്ചു തന്നു. ഓക്കെ, നിങ്ങൾ ആ പ്രോബ്ലങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലെത്തി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന മോഷൻ എന്തുണ്ട്? യൂണിഫോം ഉണ്ട്, നോൺ യൂണിഫോം ഉണ്ട് എന്ന് പറയുന്നു. അടുത്ത സെഷനിൽ നമ്മൾ സ്പീഡ് എന്താ, വെലോസിറ്റി എന്താ, ആക്സലറേഷൻ എന്താ, അങ്ങനത്തെ അടിപൊളി ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് വേരിയബിൾസുമായിട്ട് വരുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് സീ.